എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമസ്ത ലോകരക്ഷകം സമസ്ത ഭക്തവത്സലം സമസ്ത പാപനാശകം നമാമി ശങ്കരം വിഭും. സ്നേഹനിധിയായ പിതാവിന്റെ ലാളനയിൽ വളർന്ന പുനിതവതി എങ്ങനെയാണ് ഭക്തിയുടെ ആ കാഠിന്യത്തിലേക്ക് നടന്നു കയറിയത്? ആ മാറ്റത്തിന് കാരണമായ ആ മാമ്പഴത്തിന്റെ രഹസ്യം നമുക്ക് നോക്കാം. മീരയ്ക്ക് ഗിരിധരനോടുള്ള അനുരാഗമായിരുന്നു ഭക്തിയെങ്കിൽ പുനിതവതിക്ക് മഹാദേവനോടുള്ള ആത്മീയമായ ലയനമായിരുന്നു മോക്ഷം. രണ്ട് യുഗങ്ങൾ, രണ്ട് വഴികൾ, പക്ഷേ ലക്ഷ്യം ഒന്നായിരുന്നു: ഈശ്വരനിൽ അലിഞ്ഞു ചേരുക എന്ന പരമസത്യം. സൗന്ദര്യത്തിൽ നിന്നും അസ്ഥികൂടത്തിലേക്ക് ആ നിഗൂഢമായ രൂപമാറ്റം, അതെ, ചന്ദ്രികയെപ്പോലെ ശോഭിച്ചിരുന്ന ആ മുഖം, താമര ഇതൾ പോലുള്ള കണ്ണുകൾ, കാർക്കൂന്തൽ, ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് വെറും അസ്ഥികൂടത്തിന്റെ രൂപം അവൾ ഇരന്നു വാങ്ങി. മാമ്പഴവും മായാരൂപവും. കാരയ്ക്കലമ്മയാരുടെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഭക്തിയുടെയും ത്യാഗത്തിന്റെയും ഈ പൂർണ്ണ രൂപം, ഇതിന്റെ ആഴമറിഞ്ഞ് നമ്മളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? ലൗകികമായ സർവ്വ ലാവണ്യവും വെടിഞ്ഞ് പരമേശ്വരന്റെ പാദങ്ങളിൽ അലിഞ്ഞു ചേരാൻ ഒരു സ്ത്രീ കാണിച്ച ആ മഹാത്യാഗത്തിന്റെ പൂർണ്ണ രൂപം ഇതാ ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നു. ഭൂമിയിലെ ഏതൊരു പെൺകുടിയും ആഗ്രഹിക്കുന്നത് തന്റെ സൗന്ദര്യം നിലനിർത്താനാണ്. എന്നാൽ പ്രപഞ്ചം മുഴുവൻ ആരാധിച്ച ആ തരുണി മണി തന്റെ സർവ്വ ലാവണ്യവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ആ കൈലാസപതിയോട് അപേക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഇവിടെ ഭക്തിയുടെ നിറം ചന്ദനമല്ല, ഭസ്മമാണ്. താളം മുരളീരവമല്ല, കൈലാസനാഥന്റെ ശൈവ മന്ത്രങ്ങളാണ്. കൃഷ്ണപ്രേമത്തിൽ മീര എന്ന പോലെ ശിവഭക്തിയിൽ ഉരുകിത്തീർന്ന തമിഴ് പെൺകുടി സാക്ഷാൽ മഹാദേവൻ അമ്മേ എന്ന് വിളിച്ച് ആദരിച്ച കാരയ്ക്കാലമ്മയാരുടെ വിസ്മയ കഥയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഒരാൾ പ്രേമത്തിലൂടെ പരമാത്മാവിനെ തേടിയപ്പോൾ മറ്റൊരാൾ ജ്ഞാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും കൈലാസനാഥന്റെ അമ്മയായി മാറി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ദക്ഷിണ ഭാരതത്തിലെ കാരയ്ക്കൽ എന്ന പുണ്യഭൂമിയിൽ ഉദയം ചെയ്ത ആത്മീയ നക്ഷത്രമായിരുന്നു പുനിതവതി. ചരിത്രരേഖകളും ഐതിഹ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് ശിവഭക്തിയുടെ ആഴക്കടലിൽ മുങ്ങാൻ കുഴിയിട്ട ഒരു ഭക്ത രത്നമായിരുന്നു അവർ. ചിങ്ങമാസത്തിലെ ആവണി മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് പുനിതവതി ജനിച്ചത്. ഒരു കാർത്തിക ദീപം പോലെ ആത്മീയ ശോഭ പരത്തിക്കൊണ്ട് അവർ ഈ മണ്ണിലേക്ക് കടന്നു വന്നു. വർഷങ്ങൾ നീണ്ട കഠിനമായ തപസ്സിനും ഭക്തിക്കും ഒടുവിൽ മീനമാസത്തിലെ സ്വാതി നക്ഷത്രത്തിൽ അവർ ആ കൈലാസനാഥന്റെ പാതാരവിന്ദങ്ങളിൽ മോക്ഷം പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പങ്കുണി മാസത്തിലെ സ്വാതി നക്ഷത്രം പുനിതവതിയുടെ, അതായത് കാരയ്ക്കാലമ്മയാരുടെ മുക്തി ദിനമായി ഭക്തർ ഇന്നും ആഘോഷിച്ചു പോരുന്നു. ചോള സാമ്രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ദക്ഷിണ ഭാരതത്തിലെ ഐശ്വര്യ സമൃദ്ധമായ തുറമുഖ നഗരമായിരുന്നു കാരയ്ക്കൽ. തിരമാലകൾ തീരത്തെ തഴുകുന്ന ഈ മനോഹര ഭൂമി അക്കാലത്ത് സമുദ്ര വ്യാപാരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായിരുന്നു. ഈ മണ്ണിലെ പ്രബലമായ വ്യാപാര സമൂഹമായ നാട്ടുകോട്ടെ ചെട്ടിയാർ കുടുംബത്തിലാണ് പുനിതവതി ജനിച്ചത്. അന്നത്തെ കാലത്ത് അത്യന്തം സ്വാധീന ശക്തിയുള്ള ധനദത്തന്റെയും ധർമ്മവതിയുടെയും പുത്രിയായി പിറന്ന പുനിതവതി സമ്പന്നതയുടെ നടുവിലാണ് വളർന്നത്. എങ്കിലും ആ നളിനാക്ഷിയുടെ മനസ്സ് ലൗകിക സുഖങ്ങളിലല്ല, എന്നാൽ ആത്മീയതയുടെ ആഴങ്ങളിലായിരുന്നു. തമിഴ് ശൈവ സാഹിത്യത്തിലെ ആദ്യത്തെ വനിതാ സന്യാസിമാരിൽ ഒരാളായി പുനിതവതി മാറിയതോടെയാണ് കാരയ്ക്കൽ എന്ന നഗരം ലോക പ്രശസ്തമായത്. കടൽ കടന്നുള്ള വ്യാപാരങ്ങളിലൂടെ പൊന്നും പൊരുളും ഒന്നുകൂടിയ ധനിക ഗൃഹമായിരുന്നു ധനദത്തന്റേത്. നാട്ടുകൂട്ടെ ചെട്ടിയാർ പാരമ്പര്യത്തിന്റെ കരുത്തും അന്തസ്സും ആ കുടുംബത്തിന്റെ സ്വന്തമായിരുന്നു. ചെട്ടിയാർമാരുടെ വീടുകൾ സാധാരണ വീടുകളല്ല, മറിച്ച് കൊട്ടാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ്
അവർക്ക് നാട്ടിലെ കോട്ടകൾക്കുള്ളിൽ താമസിക്കുന്നവർ എന്ന പേര് ലഭിച്ചത്. എന്നാൽ ആ വലിയ തറവാട്ടിലെ സുഖ സൗകര്യങ്ങൾക്കിടയിലും പുനിതവതി എന്ന ബാലിക അന്വേഷിച്ചത് മറ്റൊന്നായിരുന്നു, തന്റെ മഹാദേവനെ. പിൽക്കാലത്ത് തമിഴ് ശൈവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച മഹതിയായി അവൾ മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. കാരയ്ക്കലിലെ ജനത ഇന്നും ആ വലിയ ഭക്തയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഓരോ വർഷവും അവിടെ നടക്കുന്ന മാങ്കനി തിരുവിഴ, മാമ്പഴ ഉത്സവം ഒരു വലിയ ജനസഞ്ചയത്തെ ആകർഷിക്കുന്നു. വീടുകളുടെ മുകളിൽ നിന്നും ഭക്തന്മാർ മാമ്പഴങ്ങൾ താഴേക്ക് എറിയുന്നതാണ് ഈ ചടങ്ങ്. പുനിതവതി തന്റെ ഭർത്താവിനായി മാമ്പഴം സ്വീകരിച്ച ആ അദ്ഭുത നിമിഷത്തിന്റെ സ്മരണ പുതുക്കലാണ് ഇത്. ശിവപാദങ്ങളിൽ ഭക്തിയോടെ സേവനം ചെയ്യുന്നതിൽ അമിതമായ താല്പര്യവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് അവർ അറിവ് സമ്പാദിച്ചു. പുനിതവതിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവായ ധനദത്തൻ ബന്ധുക്കളോടൊപ്പം ചേർന്ന് ആഘോഷങ്ങൾ നടത്തിയിരുന്നു. ശിവഭക്തരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണവും പൊന്നും പൊരുളും നൽകുന്നതിലും പുനിതവതി അതീവ താല്പര്യം കാണിച്ചു പോന്നിരുന്നു. പുനിതവതിയുടെ മംഗളനിശ്ചയം. ചെട്ടിയാർമാരുടെ ആഡംബരപൂർണമായ വലിയ കൊട്ടാര സദൃശമായ വീടിന്റെ അകത്തളങ്ങളിൽ നൂറുകണക്കിന് ബന്ധുക്കളും കാരണവന്മാരും ഒത്തുകൂടി. ആ വിശാലമായ മുറ്റത്ത് വരാന്തകളിലും ആചാര പെരുമയോടെ ഇരുന്ന മുതിർന്നവരുടെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കുലമഹിമ ഒത്തുചേർന്ന ആ ആലോചനയ്ക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതം മൂളി. തന്റെ ഹൃദയവികാരിയായ മഹാദേവനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നൂറുകണക്കിന് മുതിർന്നവരുടെ ആ തീരുമാനത്തെ ആ ലാവണ്യവതി ഭക്തിപൂർവം ശിരസാവഹിച്ചു. ഉറ്റവരുടെയും ഉടയവരുടെയും അനുഗ്രഹത്താൽ നിറഞ്ഞ ആ വലിയ സദസ്സിൽ പുനിതവതിയുടെയും പരമദത്തന്റെയും വിവാഹ നിശ്ചയം ഒരു മഹോത്സവമായി തന്നെ മാറി. ഒട്ടും വൈകാതെ തന്നെ നാട്ടുകോട്ടെ ചെട്ടിയാർ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ആ മംഗള വിസ്മയം നടക്കുകയാണ്. മംഗല്യ പന്തലൊരുങ്ങി ഇരു കുടുംബങ്ങളും കാരയ്ക്കൽ നഗരത്തിൽ ഒത്തുകൂടുകയും ധർമ്മശാസ്ത്ര വിധിപ്രകാരം വിവാഹ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. മയിലിനെ പോലെ മനോഹരമായ രൂപമുള്ള പുനിതവതിയെ പൂമാലയണിയിച്ച കാളയെ പോലെ കരുത്തനായ പരമദത്തൻ ആ വിവാഹം കഴിച്ചു. ബന്ധുക്കളെല്ലാം അത്യധികം സന്തോഷത്തോടെ ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം പുനിതവതി തന്റെ ഏക മകളായതിനാൽ അവളെ തന്നോടൊപ്പം നിർത്താൻ പിതാവായ ധനദത്തൻ ആഗ്രഹിച്ചു. അതിനായി കാരയ്ക്കൽ നഗരത്തിൽ തന്നെ അവർക്കായി അതിമനോഹരമായ ഒരു മാളിക അദ്ദേഹം പണിതു നൽകി. ഒരു ഉത്തമ കുടുംബിനിയായി ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ശിവനോടുള്ള, നീലകണ്ഠനോടുള്ള സ്നേഹവും പ്രണയവും അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഗൃഹാശ്രമത്തിന്റെ ധർമ്മങ്ങളിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ തന്നെ പരമേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച ഭക്തിയിൽ അവർ മുഴുകി. ഒരിക്കൽ തന്റെ പതിയായ പരമദത്തൻ തന്റെ പക്കൽ വന്നവരിൽ നിന്നും ലഭിച്ച തേൻ കിനിയുന്ന 2 മാമ്പഴങ്ങൾ വിശ്വസ്തനായ ഒരു സേവകൻ വശം വീട്ടിലേക്ക് കൊടുത്തയച്ചു. അവർ അത് സൂക്ഷിച്ചു വച്ചു. ആ സമയത്താണ് വിശന്നു വലഞ്ഞ തന്റെ ശിവഭക്തൻ ആ വീട്ടിലേക്ക് വന്നത്. പുനിതവതി ആ ഭക്തന്റെ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ഭക്ഷണം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് കൊടുത്തയച്ച മാമ്പഴങ്ങൾ ഉള്ള കാര്യം ഓർത്തു. ഭക്തന്റെ വിശപ്പ് പെട്ടെന്ന് മാറ്റാനായി അതിൽ ഒരു മാമ്പഴം എടുത്ത് സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് നൽകി. ഭക്തരുടെ ദുഃഖം മാറ്റുന്ന ഭഗവാന്റെ ദാസന് ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിൽ അവർ വിസ്മയകരമായ ആനന്ദം അനുഭവിച്ചറിഞ്ഞു. വീട്ടിലെത്തിയ പരമദത്തൻ വിശപ്പോടെ ഭക്ഷണം ആവശ്യപ്പെട്ടു. പുനിതവതി ഭർത്താവിന് ഭക്ഷണം വിളമ്പുകയും ബാക്കിയുണ്ടായിരുന്ന ഒരു മാമ്പഴം കൂടി ഇലയിൽ നൽകുകയും ചെയ്തു. അമൃത തുല്യമായ ആ കനി ആസ്വദിച്ച് കഴിച്ച പരമദത്തൻ അതിന്റെ അപൂർവ രുചിയിൽ മയങ്ങിപ്പോയി. 2ാമത്തെ മാമ്പഴം കൂടി എടുത്തുകൊണ്ടുവരൂ എന്ന് പുനിതവതിയോട് ആവശ്യപ്പെട്ടു. പുനിതവതി അല്പം പരിഭ്രമിച്ചു. കാരണം 2ാമത്തെ മാമ്പഴം അവർ നേരത്തെ വന്ന ശിവഭക്തന് നൽകിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാനായി അവർ അകത്തു പോയി ശിവഭഗവാനെ ഭക്തിയോടെ സ്തുതിച്ചു. ഭക്തർക്കായി എല്ലാം നൽകുന്ന ഭഗവാൻ പുനിതവതിയുടെ കൈകളിൽ അത്ഭുതകരമായ ഒരു പുതിയ മാമ്പഴം നൽകിയെന്ന്. ആ പഴം അവർ ഭർത്താവിന്റെ ഇലയിൽ വിളമ്പി.
ആദ്യത്തെ കനിയേക്കാൾ അതിശയിപ്പിക്കുന്ന മധുരമുള്ള ആ രണ്ടാമത്തെ മാമ്പഴം കഴിച്ചപ്പോൾ പരമദത്തൻ തന്റെ പിതാവ് തന്റെ നാവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ രുചിയിൽ ലയിച്ചുപോയ അദ്ദേഹത്തിന് തന്റെ കൗതുകം അടക്കാൻ കഴിയാതെ വിസ്മയത്തോടെ ആ ലാവണ്യവതിയുടെ മുഖത്തേക്ക് നോക്കി ഇപ്രകാരം ചോദിച്ചു, ഇതെങ്ങനെ? ആദ്യത്തേതിനേക്കാൾ എത്രയോ മടങ്ങ് മധുരമൂറുന്ന ഈ അപൂർവ കനി നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു? പുനിതവതി നടന്ന കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞു. എന്നാൽ ഇത് വിശ്വസിക്കാൻ പരമദത്തന് കഴിഞ്ഞില്ല. ഇത് ഈശ്വരൻ നൽകിയതാണെങ്കിൽ നിന്റെ ഭക്തി കൊണ്ട് വീണ്ടും ഒരു മാമ്പഴം കൂടി വരുത്തിക്കൂ എന്ന് അദ്ദേഹം പുനിതവതിയെ വെല്ലുവിളിച്ചു. ഭർത്താവിന്റെ വാക്കുകേട്ട് പുനിതവതി വീണ്ടും ഭഗവാനെ ധ്യാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ കൈകളിൽ വീണ്ടും ഒരു മാമ്പഴം വന്നു ചേർന്നു. ആ മാമ്പഴം അവർ പരമദത്തന്റെ കയ്യിൽ കൊടുത്തു. അത്ഭുതത്തോടെ ആ പഴം വാങ്ങിയ പരമദത്തന്റെ കൈകളിൽ നിന്നും നിമിഷ നേരം കൊണ്ട് ആ മാമ്പഴം അപ്രത്യക്ഷമായി. ഈ അസാധാരണമായ പ്രവർത്തനം കണ്ട പരമദത്തൻ ഭയന്നുപോയി. അദ്ദേഹത്തിന്റെ ഉള്ളം വിറച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ സ്ത്രീ അല്ലെന്നും മറിച്ച് ഒരു ദൈവിക ശക്തിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീട് പരമദത്തൻ പാണ്ഡ്യനാട്ടിലെ മറ്റൊരു നഗരത്തിൽ താമസമുറപ്പിക്കുകയും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. പരമദത്തൻ അവിടെ ഉണ്ടെന്നും ഈ വാർത്തയും അറിഞ്ഞ പുനിതവതി തന്റെ ഭർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും തോഴിമാരും ചുറ്റും കൂടുകയാണ്. അവരെല്ലാവരും ചേർന്ന് പുനിതവതിയെ പല്ലക്കിലേറ്റിക്കൊണ്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് പരമദത്തൻ കഴിയുന്ന നഗരത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ പരമദത്തൻ തന്റെ പുതിയ ഭാര്യയോടും കുഞ്ഞിനോടുമൊപ്പം പുനിതവതിയുടെ കാൽക്കൽ വീണ് വണങ്ങുകയാണ് ചെയ്തത്. ഇത് കണ്ട് ഞെട്ടിപ്പോയ പുനിതവതി, എന്റെ ഭഗവാനെ, എന്റെ പതിക്ക് വേണ്ടാത്ത ഈ മാംസലമായ സൗന്ദര്യം എന്നിൽ നിന്നും നീക്കം ചെയ്യൂ. അവിടുത്തെ ഭൂതഗണങ്ങളിൽ ഒന്നായി എല്ലും തോലും മാത്രമുള്ള ഒരു അസ്ഥികൂട രൂപം മതി എനിക്ക്, അത് നൽകൂ. അവിടുത്തെ പാദങ്ങളിൽ ഭക്തിയോട് ലയിക്കാൻ ആ രൂപം മതി എനിക്ക്. ശിവാനുഗ്രഹത്താൽ ഭൗതികമായ സൗന്ദര്യം മാറി അവർ ഒരു അസ്ഥികൂടത്തിന്റെ രൂപം പ്രാപിച്ചു. ഇതു കണ്ട് ചുറ്റുമുള്ളവർ ഭയന്നോടി. അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച കൈലാസനാഥൻ എന്നും തന്നോടൊപ്പം ഇരിക്കാൻ അരുളി. കൈലാസത്തിൽ പാദങ്ങൾ സ്പർശിക്കുന്നത് പാപമാണെന്ന് കരുതി അവർ കൈകൾ കൊണ്ടും തലകൊണ്ടുമാണ് നടന്നു നീങ്ങിയത്. കാൽനട ഒഴിവാക്കി ഭൂമിയിൽ തലകൊണ്ട് നടന്നു നീങ്ങിയ ആ ഭക്തിയുടെ ഔന്നത്യം വാക്കുകൾക്ക് അതീതമായ വിസ്മയമാണ് നൽകുന്നത്. ഇത്തരത്തിൽ ഭക്തി, ഭയം, വിസ്മയം എന്നീ ഭാവങ്ങൾ ഒത്തുചേർന്ന ഒന്നാണ് കാരയ്ക്കാൽ അമ്മയാർ പുരാണം. ശിവഭഗവാനും പാർവതി ദേവിയും പുനിതവതിക്ക് സ്നേഹപൂർവ്വം ദർശനം നൽകി. എന്തു വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ പുനിതവതി ഇപ്രകാരം അപേക്ഷിച്ചു, ഒരിക്കലും നശിക്കാത്ത ആനന്ദകരമായ അചഞ്ചലമായ ഭക്തി മാത്രം മതി എനിക്ക്. ഇനി ഒരു ജന്മം ഉണ്ടാകരുത്. അഥവാ ഉണ്ടാകുകയാണെങ്കിൽ അത് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ മറക്കാതിരിക്കാനുള്ള വരം നൽകണം. നമ്മുടെ ഈ ശരീരം പോലും ഒരു വാടക വീട് പോലെയാണെന്നും മടങ്ങുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമുള്ള ആ വലിയ സത്യം ആ ശിവഭക്ത നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കാം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം തന്റെ ലാവണ്യം പോലും തനിക്ക് വേണ്ടെന്നും അത് തന്റെ ഭക്തിക്കൊരു തടസ്സമാകരുതെന്നും ആ പുനിതവതി ആഗ്രഹിച്ചത്. നമുക്ക് ആ ലാവണ്യവതിയെ പോലെ സർവവും ത്യജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഭൗതികമായ ഈ സൗന്ദര്യത്തിനും സമ്പത്തിനും അപ്പുറം ഹൃദയത്തിൽ അല്പമെങ്കിലും ഭക്തി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഈ ശരീരം വെടിഞ്ഞു പോകുമ്പോൾ കൂടെ കൂട്ടാൻ കഴിയുന്ന ഏക സമ്പാദ്യം ആ പരമേശ്വരന്റെ പാദങ്ങളിലെ അർപ്പിച്ച ഭക്തി മാത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.